ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശ പൊതുവേ ആർക്കും ഇഷ്ടപ്പെടാറില്ല. പക്ഷേ നമുക്കതിനകത്തൊരു ചെറിയ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പോയാലോ? ആവശ്യത്തിന് മാവെടുക്കുക. ഏത് പാത്രത്തിലാണ് നമ്മൾ മാവെടുക്കുന്നത് അതേ അളവിൽ തന്നെ ആ പാത്രത്തിൽ തന്നെ ഉള്ള അളവിൽ വെള്ളം എടുക്കണം. വെള്ളം എടുത്തിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കാനുള്ള ഒരു പാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഒരു അര സ്പൂൺ ഉപ്പ് ഞാനിപ്പം ഇതിനകത്തേക്ക് ആവശ്യമായിട്ട് വരിക. അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു ഉപ്പ് ഈ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ മിക്സ് ആവട്ടെ. ഗോതമ്പൊടി ഇട്ട് ഈ ഉപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ആദ്യം കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കട്ടയാവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ കട്ടയെടുക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പരുവത്തിലാണ് കിട്ടുക. അപ്പം വല്ലാണ്ട് കട്ടയും ആവില്ല, ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ കിട്ടും. പിന്നെ ഇത് നോക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മിക്സിയിലിട്ട് അടിച്ച് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ കട്ട എല്ലാം പോയിട്ട് നല്ല മാവായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ കണ്ടില്ല, ഇതിപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കട്ടയൊന്നും പിടിക്കാതെ വന്നത് കണ്ടോ? ഈ കട്ടയൊന്നും പിടിക്കാതെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് തന്നെ പ്രയോഗിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കറക്റ്റ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവിനെടുത്തിട്ട് നമ്മളെടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ കട്ട പിടിക്കുമോ ചില സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്തേക്ക് വന്നത് നമ്മളെടുത്ത മാവിൻ്റെ ഇപ്പോൾ ഒരു പാത്രം മാവാണെങ്കിൽ 1 പാത്രം വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു രീതി എടുത്തത്. അല്ലേ, ഇപ്പോൾ ഇങ്ങനെ, അതായത് ഒത്തിരി കട്ടിക്കും ആവാതെ വല്ലാതെ വെള്ളവും ആവാത്ത രീതിയിൽ കലക്കിയെടുക്കണം. ഇപ്പം നമ്മളിങ്ങനെ കലക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ കട്ടയൊന്നും ഇല്ല. പിന്നെ മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഒരു പാത്രം കഴുകണ്ട. മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം കൂടെ അഡീഷണലായിട്ട് കഴുകുന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമല്ല. എനിക്ക് പാത്രം കഴുകുന്നതേ ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടി അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. എണീറ്റ് വന്ന പാടെ ഇത് ചെയ്യാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് സൗണ്ടൊന്നും ഓക്കെ അല്ല. ഒരു ഉറക്കമട്ടാണ് അല്ലേ, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? പക്ഷേ ഇത് ഒന്ന് ഓക്കെ ആയിട്ട് ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങാമെന്ന് വയ്ക്കുമ്പോഴത്തേക്കും ഇവിടെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങും. അപ്പോൾ സ്റ്റൗ ഓണാക്കിയിട്ട് നമ്മുടെ പാൻ വെക്കാനായിട്ട് ഒന്ന് ചൂടായി എന്നുള്ളത് നമ്മുടെ കൈ ഇങ്ങനെ വയ്ക്കുമ്പോൾ കൈക്ക് നല്ല ചൂട് തട്ടിക്കഴിഞ്ഞാൽ പാൻ ചൂട്. ഗോതമ്പ് ദോശയുടെ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ചൂട് വയ്ക്കുന്നു. ഒത്തിരി തിന്നായിട്ടും പരത്തരുത്, എന്നാൽ കുറച്ച് കട്ടിക്ക് വേണം താനും. ഇങ്ങനെ ഒരു രീതിക്ക് ഒഴിച്ച് എൻ്റെ കുറേ കാലമായിട്ടുള്ള ഒരു തവി, ഈ ഒരു തവി ഇല്ലാതെ എനിക്ക് ദോശ എന്ന് പറയുന്ന ഒരു കാര്യം ആലോചിക്കാൻ തന്നെ വയ്യ. എനിക്ക് വേറെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കിട്ടില്ല. അത് വെന്ത് വരുന്നു എന്ന് തോന്നുമ്പോൾ ഞാനിവിടെ മക്കൾക്ക് കുറച്ച് എണ്ണ വേണം. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ എണ്ണ തോന്നുന്നു, എണ്ണ വേണം, അതായത് എണ്ണ വേണ്ടെന്നുള്ളവർക്ക് എണ്ണ വേണ്ട, അങ്ങനെ എണ്ണ ഇല്ലെങ്കിലും നന്നായിട്ട് കിട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചുറ്റിനും ചുമ്മാ ഒന്നിങ്ങനെ നാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിതിനൊന്ന് തിരിച്ചിടും. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ചുമ്മാ ഇവിടെ മാത്രം കുറച്ച് സമയം പണി ചെയ്യണം. കാരണം ഇതിങ്ങനെ നല്ല രീതിയിൽ ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് ഇന്ന് ഒഴിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ പരത്തുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മറിക്കുന്നു, വേവിച്ചെടുക്കുന്നു. അപ്പോഴാണ് അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഗോതമ്പ് ദോശയായിട്ട് തന്നെ കിടക്കുന്നത്, ഒരു ജീവനില്ലാത്തൊരവസ്ഥ എന്ന് പറയും. അപ്പോൾ അത് കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഗോതമ്പ് ദോശയ്ക്ക് കുറച്ച് ജീവൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗോതമ്പ് ദോശയ്ക്ക് ജീവൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മരിച്ചു പോകുമ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ട് അമർത്തിയിട്ട് ജീവൻ കൊടുക്കില്ല. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ദോശക്കുട്ടിക്ക് അങ്ങനെ നമ്മൾ ജീവൻ കൊടുക്കണം. ഇതിങ്ങനെ ഇങ്ങനെ തിരിച്ചുകൊണ്ടേ ഇരിക്കുക, ഇങ്ങനെ നല്ല പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ജീവൻ ഇങ്ങനെ വരുന്നത് കാണാം. ഇത് കണ്ടോ, ഇങ്ങനെ പൊള്ളി വരുന്നത് കണ്ടോ? ഒരു ചപ്പാത്തി ഒരു രൂപത്തിൽ തന്നെ. പിന്നെ തിരിച്ചിട്ട് കൊടുക്കുക, വീണ്ടും അതുപോലെ ആക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അകം നന്നായിട്ട് വേഗം ചെയ്യും. ശരിക്കും ഒരു ചപ്പാത്തി രൂപത്തിൽ വന്നു, ഇത് പൊള്ളി വന്നു. അത് ഇപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം കൊടുത്താൽ മതി, ബാക്കിയൊന്നും പ്രശ്നമില്ല. കുറച്ച് സമയം കൊടുക്കണം മാത്രമേ ഉള്ളൂ. അങ്ങനെ ശരിക്കും ചില സമയങ്ങളൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും ഒറ്റ പൊള്ളായിട്ട് ഇങ്ങനെ വരും. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒന്നിങ്ങനെ പൊങ്ങി വരത്തില്ല, ഒറ്റ പൊങ്ങൽ. അപ്പോൾ അതുപോലെ ഇതും ആവും. ഉണ്ടോ അങ്ങനെ പൊങ്ങി വരുന്നത്? അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടാണ് ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ ഇത്രയും സമയം കൊടുക്കണം പറഞ്ഞാൽ ഇത്ര സമയം കൊടുക്കണ്ട. ഞാനിപ്പോൾ കുറച്ചൊന്ന് വിശദീകരിച്ച് കണ്ടില്ലേ, ശരിക്കും ഇപ്പോൾ കുളം വന്നില്ലേ, ശരിക്കും ഒന്ന് പൊങ്ങി വന്നില്ലേ? ശരിക്കും നന്നായിട്ട് ഉള്ളു വേവും ചെയ്തു, നല്ല ഒരു ഗോതമ്പ് ദോശ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത് ഒഴിക്കാൻ പോകുമ്പോൾ
കുറച്ചൊന്ന് സിമ്മിൽ വെച്ചിട്ട് ഈ പാൻ ഒന്ന് എടുത്ത് മാറ്റി ഇങ്ങനെ പിടിക്കുക. ഇതിൻ്റെ കുറച്ച് ചൂടൊന്ന് ഇപ്പോൾ നല്ല ചൂടിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ഒന്നുകൂടെ ഒഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു പരത്താനായിട്ട് കിട്ടില്ല, പിന്നെ അതങ്ങനെ കട്ടയായിട്ട് വരും, അതിന് ഷേപ്പ് കിട്ടില്ല, അങ്ങനെ വരും. അപ്പോൾ നമുക്കതിൽ കുറച്ച് ചൂട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മാറ്റി പിടിക്കാം. ഒരു സമാധാനം ആയ ശേഷം നമ്മൾ രണ്ടാമത് ദോശയ്ക്കുള്ളത് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഒന്ന് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അടി ഭയങ്കരമായിട്ട് ബ്ലാക്ക് ആവും, പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് ഇഷ്ടം തോന്നില്ല, അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. ഇതിപ്പോൾ ഞാൻ എണ്ണ ഒഴിക്കാത്തതാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. കാരണം വെച്ചാൽ എണ്ണ ഒഴിച്ചാൽ മാത്രമേ അങ്ങനെ വരുള്ളൂ എന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഞാൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എണ്ണ ഒഴിക്കാതെ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം ഓയിൽ ഫ്രീ ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ഇത് തന്നെയാണ് സെയിം പ്രൊസീജിയർ. ഇതിങ്ങനെ നമ്മൾ ആദ്യം തുടക്കത്തിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും നന്നായിട്ടൊക്കെ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ 1-2 തവണ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു രീതി കിട്ടും. ഇതും എണ്ണ ഒഴിക്കാതെ തന്നെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഈ ഒരു പൊങ്ങി വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഗോതമ്പ് ദോശ നന്നായിട്ട് വരും. ഇത് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും, കാണാനും നന്നായിരിക്കും. ഒരു ചപ്പാത്തി രീതിയിൽ തന്നെ ആയിരിക്കും. ഇത് കണ്ടോ, എണ്ണ ഒഴിച്ചിട്ടില്ലല്ലോ, പൊങ്ങി വന്നതുണ്ടോ, കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. കുറച്ചധികം സമയം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. കുറേ പേർക്കൊക്കെ ഇത് അറിയുമായിരിക്കും. അപ്പോൾ അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റ, ബൈ ബൈ, സീ യു, താങ്ക് യു, നമസ്കാരം.